9th പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തൊരു സ്കൂളിൻ്റെ ചാരിറ്റി ഷോ, അപ്പോൾ അത് ഫണ്ട് റേസിംഗ് ആയിട്ട് ഒരു പ്രോഗ്രാം എറണാകുളം ടൗൺ ഹാളിൽ നടക്കുകയാണ്. അപ്പം ഞാൻ നാട്ടിൽ കുറച്ച് ഇത്തിരിശ പാടും എന്നുള്ളൊരു ഇതൊക്കെ ഇങ്ങനെ ആൾക്കാർക്ക് അറിയാം. അപ്പോൾ എന്നോട് പറഞ്ഞു 2 പാട്ട് ജ്യോതി പാടിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു തൂക്കണം കുരുവിയോ താരിളം വിരുന്നു കാട്ടുപാലരുവിയോ താമരക്കുരുന്നു, അങ്ങനെ ഒരു പാട്ടൊക്കെ ആയിരുന്നു എനിക്ക് 2 പാട്ടുണ്ടായിരുന്നത്. അത് കേട്ടിട്ട് ഫാദർ ആബയിൽ അവിടുന്ന് ഒരാളെ പറഞ്ഞു വിട്ടു പാടുന്ന കുട്ടിയുടെ പേരൊക്കെ ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്യാനായിട്ട്. പിറ്റേ ദിവസം രാവിലെ ഒരു 10 മണിയായപ്പോൾ ഫാദർ ആബേലിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടുമില്ല. ഫാദർ ആബേൽ വീട്ടിൽ വരികയാണ് ഗാനമേളയ്ക്ക് വിടുമെന്ന് ചോദിച്ചിട്ട്. അങ്ങനെയാണ് ഞാൻ കലാഭവൻ എന്ന പ്രസ്ഥാനത്തിൽ പാടാനായിട്ട് ആദ്യമായിട്ട് ജൂനിയർ ആർട്ടിസ്റ്റാണ്. അവിടെ ഞാൻ അന്ന് 9th പഠിക്കുക. പിന്നെ 10th ആയപ്പോൾ അമ്മ പറഞ്ഞു പാട്ടൊന്നും വേണ്ട, ഗാനമേളയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ 2ാമതും ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫാദർ എഗെയിൻ വീട്ടിൽ വന്നു. അച്ഛനോട് പറഞ്ഞു മേനോൻ എന്തായാലും ജ്യോതിയെ വിടണം, പ്രോഗ്രാമിന് വിടണം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പിന്നെ അവിടെ ഒരു 4-5 വർഷത്തോളം തുടർച്ചയായിട്ട് കലാഭവനിൽ പാടി.